ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ കീർ സ്റ്റാർമർ പറഞ്ഞു, അങ്ങനെ ഇപ്പോൾ നിങ്ങൾ ഊത്താമ്പട്ടിയാക്കണ്ട. ഈ യുദ്ധത്തിലേക്ക് ഒരിക്കലും എങ്ങനെയൊക്കെ വലിച്ചഴിച്ചാലും ഇറാൻ വന്ന് പെടില്ല. ഈ യുദ്ധത്തിൽ പങ്കാളിയാവില്ല. നിങ്ങൾ നാറ്റോ പിരിച്ചുവിടുമെന്നോ നാറ്റോ ഇല്ലെന്നോ നാറ്റോ നാറിയതാണെന്നോ എന്തു പറഞ്ഞാലും ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. സ്ട്രെയ്റ്റ് ഓഫ് ഹോർമിസ് എന്തെങ്കിലും തരത്തിൽ തുറക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അത് ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ചർച്ച ചെയ്യാൻ ഞങ്ങൾ ഒരു 35 രാജ്യങ്ങൾ വേറെ യോഗം ചേരുന്നുണ്ട്. ഇനി നിങ്ങളുടെ രണ്ടുപേരുടെയും യുദ്ധക്കൊതിയോടൊപ്പം ഞങ്ങളില്ല എന്ന് കൃത്യമായി പറയുകയായിരുന്നു UK പ്രൈം മിനിസ്റ്റർ കീർ സ്റ്റാർമർ. അങ്ങനെ പറയുന്നതിന് അദ്ദേഹത്തിന് ഒരു മടിയും ഉണ്ടായില്ല. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നാറ്റോക്കാരും വന്നില്ല. പുള്ളി വിചാരിച്ചെന്തെന്നറിയോ? പുള്ളി അദ്ദേഹത്തിൻ്റെ ഒക്കച്ചങ്ങായിയായ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ഏറ്റവും വലിയ ക്രിമിനലായി പ്രഖ്യാപിച്ച നെതന്യാഹുവുമായി ചേർന്ന് യുദ്ധം തുടങ്ങുമ്പോൾ ബാക്കി നാറ്റോയും കീറ്റോയും എല്ലാം പുള്ളിയുടെ കൂടെ വന്നങ്ങ് ചേർന്നോളും, ഇതിൻ്റെ ചെലവ് എല്ലാവരും കൂടി വഹിച്ചോളും, പുള്ളി ഒരു ചാമ്പ്യനാവും, പുള്ളിക്ക് അവസാനം എണ്ണ എടുക്കാം, എന്നിട്ട് പുള്ളിക്കൊരു മഹാരാജാവാകാം എന്നൊക്കെയാണ് തീരുമാനിച്ചത്. പക്ഷേ നാറ്റോക്കാരും വിളിച്ചിട്ട് വന്നില്ല. ഒരുപാട് ആളുകളെ വിളിച്ചു, അവരാരും വന്നില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ UK പ്രൈം മിനിസ്റ്റർ കൃത്യമായി ഇന്ന് തീർത്തു പറഞ്ഞു. അൽ ജസീറയ്ക്ക് നൽകിയ ഒരു പ്രത്യേക അഭിമുഖത്തിൽ അനുരാഗ്ജി പറയുന്നുണ്ട്, ഹോർമിസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇൻറ്റേർണൽ വാട്ടർ സിസ്റ്റമാണ്. ഞങ്ങൾക്കും ഒമാനും മാത്രമാണ് അതിൽ സ്വാതന്ത്ര്യമുള്ളത്, അവകാശമുള്ളത്. അത് ഒരു വാട്ടർ വേ ഓഫ് പീസ് ആക്കാം, ഞങ്ങൾക്കതിൽ വിരോധമില്ല. പക്ഷേ ഞങ്ങളെ ആക്രമിക്കുന്നവർ ഞങ്ങളുടെ ഇൻറ്റേർണൽ വാട്ടറിലൂടെ കടന്നു പോകണം എന്ന് പറയുന്ന അനീതിയോടൊപ്പം നിൽക്കാനാവില്ല. അതിൽ കൂടി മറ്റ് കപ്പലുകൾ കടന്നു പോകാത്തത് ഞങ്ങൾ തടയുന്നതുകൊണ്ട് മാത്രമല്ല, ഞങ്ങൾ ഞങ്ങളുടെ സൗഹൃദ രാജ്യങ്ങളെ ഒന്നും തടയുന്നില്ല, ഞങ്ങളുടെ യുദ്ധത്തിൽ പങ്കെടുക്കാത്ത രാജ്യങ്ങളെ തടയുന്നില്ല, ഞങ്ങളുമായി അടുപ്പമുള്ള, ഞങ്ങളെ ദ്രോഹിക്കാത്ത, ഞങ്ങളെ കടന്നു കയറി ആക്രമിക്കാത്ത ആരെയും തടയുന്നില്ല. പക്ഷേ പല രാജ്യങ്ങൾക്കും ഇപ്പോഴത്തെ ഈ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ആക്രമണ കാലഘട്ടത്തിൽ അതിൻ്റെ ഇൻഷുറൻസ് തുക താങ്ങാനാവാത്തത് കാരണം പലരും അതിലൂടെ വരാൻ മടിക്കുന്നതാണ്. അതിനുത്തരവാദി തങ്ങളല്ല എന്നാണ് അനുരാഗ്ജി പറഞ്ഞത്. അതിനെ ചുവട് പിടിച്ചാണ് 35 രാജ്യങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് കൂടി ഈ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമിസിൻ്റെ വിഷയത്തിൽ എന്ത് തീരുമാനമെടുക്കണം എന്ന് ആലോചിക്കുമെന്ന് ഇന്ന് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ സ്റ്റാർമർ പറഞ്ഞത്. രണ്ടായാലും ട്രംപിൻ്റെയും നെതന്യാഹുവിൻ്റെയും യുദ്ധക്കൊതിക്കൊപ്പം ഇറാനെ ആക്രമിക്കാൻ തങ്ങൾ ഉണ്ടാവില്ലെന്ന് തീർത്തു പറഞ്ഞു UK പ്രൈം മിനിസ്റ്റർ.